Hi, question number 17. Yes, let's read the question. A transparent film of refractive index 2 is coated on a glass slab of refractive index 1.45. What is the minimum thickness of the transparent film to be coated for the maximum transmission of green light of wavelength 550 nanometer? Assume that the light is incident nearly perpendicular to the glass surface. എന്താ പറയുക, വെരി അൺഫോർച്ചുനേറ്റ് എന്ന് പറയാം. കാരണം കുറേ മുമ്പ്, ഈ വർഷമൊന്നുമല്ല, കുറേ മുമ്പ് തന്നെ സിലബസിൽ നിന്ന് മാറ്റിയ ഒരു ഭാഗമാണ് തിൻ ഫിലിം ഇൻ്റർഫറൻസ് എന്നുള്ള പാർട്ട്. വേവ് ഓപ്റ്റിക്സിലെ തിൻ ഫിലിം ഇൻ്റർഫറൻസ്, ആ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. തിൻ ഫിലിം ഇൻ്റർഫറൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്നില്ല, എങ്കിലും നമുക്ക് രണ്ട് ടൈപ്പ് ഇൻ്റർഫറൻസ് അവിടെ നമുക്ക് പോസിബിൾ ആണ്. ഇൻ്റർഫറൻസ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് ലൈറ്റും അതുപോലെ ഇൻ്റർഫറൻസ് ഡ്യൂ ടു റിഫ്രാക്റ്റഡ് ലൈറ്റും. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കൂ, ഇവിടെ എയർ, ദിസ് ഈസ് എയർ, എയറിൽ നിന്ന് നമ്മുടെ ഫിലിമിലേക്ക് വരുന്നു, ഫിലിം, ദെൻ ഫിലിമിൽ നിന്ന് ഗ്ലാസ് സ്ലാബ്. ഓക്കെ, ഇതാണ് ഫിലിം, ഇത് ഗ്ലാസ് സ്ലാബ്. അപ്പോൾ ഗ്ലാസ് സ്ലാബ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസ് സ്ലാബിന് n is equal to 1.45 ആണ്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് n is equal to 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈറ്റ് മാക്സിമം ട്രാൻസ്മിഷൻ പോസിബിൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. മാക്സിമം ട്രാൻസ്മിഷൻ ലോജിക്ക് സിമ്പിളാണ്. കാരണം ലൈറ്റ് ഇവിടുന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് നിയർലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ഇവിടുന്നുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റ് ചെയ്ത് ഈ മീഡിയത്തിലേക്ക് എത്തി ഇവിടുന്നുള്ള റിഫ്ലക്റ്റഡ് ലൈറ്റും തമ്മിൽ ഇൻ്റർഫറൻസ് നടത്തുന്നതിനാണ് നമ്മൾ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ് എന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, മിനിമം തിക്നെസ് ഓഫ് ദ ട്രാൻസ്പാരൻറ്റ് ഫിലിം ടു ബി കോട്ടഡ് ഫോർ ദ മാക്സിമം ട്രാൻസ്മിഷൻ ഓഫ് ഗ്രീൻ ലൈറ്റ് എന്നാണ്. അങ്ങനെ മാക്സിമം ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. എന്ന് വെച്ചാൽ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അവിടെ സംഭവിക്കണം. റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷനാണ്, നോക്കൂ, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷനാണ് 2 mu t cos r equal to n lambda. 2 mu t cos r is equal to n lambda, where mu is the refractive index of the film. Therefore ഇവിടെ നമുക്ക് പറയാം 2 into 2 into t into cos നിയർലി പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അവിടെ r is equal to 0. കാരണം പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ നോർമലിലൂടെ വരുന്നത്. അപ്പോൾ r is equal to 0. r 0 ആകുമ്പോൾ cos 0 1 which is equal to lambda, or t is equal to lambda by 4 എന്ന് കിട്ടും. That is 550 divided by 4 which is equal to 137.5 nanometer. Option 3 is the right answer. പക്ഷേ ഇത് ഞാൻ ഈ ഇക്വേഷനൊക്കെ ധാരണ ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. തിൻ ഫിലിം ഇൻ്റർഫറൻസ് നമുക്ക് വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്, പക്ഷെ അത് സിലബസിലില്ല. എന്തുകൊണ്ടോ ആ ഭാഗത്തുനിന്ന് ഇത്തവണ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. ഓക്കെ.